കോട്ടയം മാന്നാനം സ്വദേശി ടി രാജേഷ് കുമാർ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത കുഞ്ഞൻ ചിരവ ഇന്ന് വിപണി കീഴടക്കി കഴിഞ്ഞു. ഏതു പ്രായത്തിലുള്ളവർക്കും നിഷ്പ്രയാസം കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നതാണ് ഈ ചിരവയുടെ പ്രത്യേകത. ഇങ്ങനെ കുത്തിയിരുന്ന തേങ്ങ ചിരണ്ടുമ്പോൾ ഒന്ന് തെന്നിയാൽ കൈമുറിയും. ഇനി മുതൽ ആ ഭയമില്ലാതെ തേങ്ങ ചിരണ്ടിയെടുക്കാം. മോട്ടോർ സഹായത്തോടെ ചിരവത്തല തിരിയുമ്പോൾ ആർക്കും തേങ്ങ ചിരകലിന് അധികം ബുദ്ധിമുട്ടേണ്ട. അതാണ് രാജേഷ് കുമാർ വികസിപ്പിച്ചെടുത്ത കുഞ്ഞൻ ചിരവയുടെ പ്രത്യേകത. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. അപ്പം ഇതിപ്പം വീട്ടിലെ ഒരു ബുദ്ധിമുട്ട്, വീട്ടമ്മമാർക്കൊരു ഉപകാരമായിട്ടൊരു മെഷീൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെഷീൻ ഡെവലപ്പ് ചെയ്തത്. അതിൻ്റെ ഏറ്റവും കൈമുറിയില എന്നാണ് ഇതിൻ്റെ മെഷീൻ്റെ പ്രത്യേകത. പിന്നെ ഏറ്റവും കുറഞ്ഞ വൈദ്യുതി ഉപയോഗിക്കുകയുള്ളൂ. വീട്ടിൽ മറ്റുള്ള ഉപയോഗങ്ങൾ പോലെ തന്നെ മുട്ട പതപ്പിക്കാനും കത്തിമൂർച്ച കൂട്ടാനും ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കാനെല്ലാം ഈ മെഷീനെ സാധിക്കും. തേങ്ങ ചിരകലിന് മാത്രമല്ല, മറ്റ് പല ആവശ്യങ്ങൾക്കും ഇത് പ്രയോജനകരമാണ്. ഇത് വളരെ സിമ്പിളായിട്ടും ഒരു കയ്യിൽ ഒതുങ്ങുന്ന ഒരു മെഷീനാണ്. അതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു രീതിയിലും കൈ മുറിയത്തില്ല. കൈ മുറിയാതെ തേങ്ങ ചിരണ്ടാം. അതാണ് അതിൻ്റെ പ്രത്യേകത. ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും ഇത് ഉപയോഗിക്കാം. വളരെ സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്തേക്കണേ. അത് വെക്കാനുള്ള സൗകര്യമുണ്ട്, അതിൻ്റെ ഉള്ള ആക്സസറീസ് വെക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്, വയർ ചുറ്റി വെക്കാനുള്ള സൗകര്യമുണ്ട്. വളരെ നിസ്സാരമായിട്ട് 40 വാട്ട് മാത്രമേ ഇത് കൺസ്യൂം ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒരു മാസം ഉപയോഗിച്ചാലും ഒരു യൂണിറ്റ് പോലും എടുക്കത്തില്ല. ഓസ്ട്രേലിയയിലെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തി ചിരവക്കച്ചവടം തുടങ്ങിയതിനെക്കുറിച്ച് രാജേഷിന് വ്യക്തമായ മറുപടിയുണ്ട്. അവിടുത്തെ ഉള്ള ടെക്നോളജികൾ നമ്മളിവിടെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് നല്ലതാണെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ തന്നെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ തേങ്ങ ചിരവുന്ന മെഷീനാണെങ്കിൽ ഇത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്കയിൽ പോകുന്നുണ്ട്, UK പോകുന്നുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകുന്നുണ്ട്, ഏഷ്യൻ രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മേടിക്കാൻ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളിവിടെ പല സാധനങ്ങളും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വിദേശത്തേക്കും മറ്റുള്ള രാജ്യങ്ങളിലും ആ ടെക്നോളജികൾ ആക്സെപ്റ്റ് ചെയ്യാൻ അവിടുത്തെ ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മളിവിടെ ശ്രമിക്കാതിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വിദേശത്ത് പോയാൽ മാത്രമേ രക്ഷപ്പെടുമെന്ന് തോന്നുന്നുള്ളൂ. ഇവിടെ ഓപ്പർച്യൂണിറ്റി ഇഷ്ടം പോലെ ഉണ്ട്. ഇന്ന് മാർക്കറ്റിൽ വലിയ സ്വീകാര്യതയാണ് കുഞ്ഞൻ ചിരവയ്ക്ക് ലഭിക്കുന്നത്. പിന്നെ ഇവിടെ തന്നെ ഇപ്പം ഷോപ്സിൽ തന്നെ ഇപ്പം ഓൾമോസ്റ്റ് ഓൾ ഷോപ്സിലുണ്ട്. ഓൾ ഇന്ത്യ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ കേരള GSTയുടെ അണ്ടറിൽ കിടന്നിട്ട് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വളരെ നല്ല സപ്പോർട്ടാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സെയിലുമാണ്. സാംജിത്ത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.